എങ്ങനെയുണ്ടായിരുന്നു രാജാ സൂര്യഭാൻ സിംഗ്? കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പമില്ലെന്ന് തോന്നിയുള്ളോ? പിന്നെന്തിനാ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത്? അതെ, നീ ഇവിടെ വിവാഹം കഴിപ്പിക്കമ്മേ. അതെ അതെ അതെ, അമ്മേ അമ്മേ അമ്മേ, എന്നെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നേ. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. സുകന്യ, നീ ഇവിടുന്ന് പോകൂ ഇപ്പൊ തന്നെ. സുകന്യ, സുകന്യ, ഇതാ നിന്റെ കുപ്പിവളകൾ. എനിക്ക് വേണ്ട. നീ മനസ്സിലാക്കണം, ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് നിനക്ക് തന്നത്. നാളെ അണിഞ്ഞോളൂ. സുകന്യ, നീ തരുന്ന ഓരോ വസ്തുവും നമുക്ക് അമൂല്യമാണ്. ഈ കുപ്പിവളകളും അങ്ങനെയാ. പിന്നെ നിന്റെ വാശിയും. നാം ഇത് നാളെ ഉറപ്പായും അണിയും. വിവാഹം പ്രഖ്യാപിക്കുന്ന ദിവസം ജോധ അണിയേണ്ടത് കുപ്പിവളകളാണോ? അതെ മാതാശ്രീ, ഇത് സുകന്യക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. നാം ഈ വളകൾ എപ്പോഴും അണിയും. അപ്പോൾ നമുക്ക് തോന്നും സുകന്യ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടെന്ന്. നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ജോധ, ഞാൻ നിന്റെ വിവാഹ പ്രഖ്യാപനത്തിന് വരാനേ പോകുന്നില്ല. സുകന്യ, നീ വിഷമിക്കാതിരിക്കൂ. അവള് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വന്നിരിക്കും. നമുക്കറിയാം സുകന്യ നാളെ ഉറപ്പായും വരും. അങ്ങേക്ക് ഉറപ്പായും എന്തോ മായാജാല വശമുണ്ട് ജ്യേഷ്ഠ. അല്ലെങ്കിൽ കണ്ണിങ്ങനെ കെട്ടിവെച്ചിട്ടും അങ്ങ് നമ്മുടെ ആയുധത്തെ എങ്ങനെയാണ് തടഞ്ഞത്? മനസ്സും ശരീരവും ഇവ എപ്പോഴാണോ ഏകാഗ്രമായി നിൽക്കുന്നത്, അപ്പോൾ ആത്മാവും ഒപ്പം നിൽക്കും. അതുപ്രകാരമാണ് ഞാൻ നിന്റെ ആയുധത്തെ ഓരോ തവണയും തടഞ്ഞത്. പോരാടിക്കൊണ്ട് തന്നെ ആയുധത്തെ തടയുകയും ചെയ്തു. ഇത് നമ്മുടെ ഭാഗ്യമാണ്, നമുക്ക് അങ്ങേപ്പോലൊരു ഗുരുവിനെ ലഭിച്ചത്. പിതാശ്രീക്ക് ശേഷം അമീർ ഭരിക്കാനും യോഗ്യൻ അങ്ങ് തന്നെയാണ്. അങ്ങെവിടെയാണ് സുജാമൻ ജ്യേഷ്ഠ? അവിടെ മുതൽ ഭഗവാൻ ദാസിന്റെ സൈനികർ പിന്നാലെ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. 2 ദിവസം ഞാൻ ഒളിച്ചു കഴിയുകയും ചെയ്തു. ഇപ്പോൾ അങ്ങ് പറഞ്ഞാലും അങ്ങ് എന്നെ സഹായിക്കാൻ തയ്യാറാണോ അതോ ഇല്ലയോ? ആദ്യം ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് കാര്യങ്ങൾ നമുക്ക് ശാന്തമായി സംസാരിക്കാം. എനിക്ക് ഏത് വിധേനയും അമീർ സ്വന്തമാക്കണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നുവെച്ചാൽ രജപുത്രരെല്ലാം സന്ധി ചെയ്യുകയാണ്. അതുകൊണ്ട് എന്താണ് പ്രശ്നം? ഇതെന്റെ അധികാരത്തിനായുള്ള യുദ്ധമാണ്. പിന്നെ എന്തെന്നാൽ ഒരു ബന്ധു എന്ന നിലയിലാണ് അങ്ങയുടെ സഹായം ഞാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ അമീറിന് പുറത്തായി മറ്റൊരാൾ നമുക്കൊരു വൻമതിലായി നിലനിൽക്കുന്നുണ്ട് സുജാമൽ. എനിക്ക് മനസ്സിലായില്ല. ജോധയുടെ വിവാഹം ഭാൻപൂരിലെ സൂര്യഭാൻ സിംഗുമായിട്ടാണ് നടക്കുന്നത്.
ഇപ്പോൾ അത്ര എളുപ്പത്തിലൊന്നും അമീർ സ്വന്തമാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനർത്ഥം ഇതാണ്, അങ്ങ് നമ്മെ സഹായിക്കില്ല എന്നല്ലേ? ആഗ്രഹിച്ചാലും നമുക്കത് സാധിക്കില്ല. എങ്കിലും അങ്ങന്റെ മിത്രം തന്നെയാണ്. നിർത്തൂ. ഇങ്ങനെ വെറും വാക്കുകൾ പറയുന്നത് നിർത്തിയാലും ചെവിയിൽ നിന്ന് രക്തം വരുന്നു. അങ്ങയ്ക്കൊപ്പമുള്ള അവസാന ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്. എന്റെ വയറ് നിറഞ്ഞു. നിൽക്കൂ സുജാമൽ, നിന്റെ ഈ ഉദ്യമം അവസാനിപ്പിക്കൂ. ഇത് നിന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ഒരാൾ ഒറ്റയ്ക്ക് കരുതിയാൽ ഇത്രയും വലിയ സാമ്രാജ്യത്തെ കീഴടക്കാൻ സാധിക്കില്ല. പിന്തിരിഞ്ഞില്ലെങ്കിൽ അവരുടെ കൈകൊണ്ട് മരിക്കേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ. അങ്ങും രജപുത്രനല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ അമീറിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും എന്നെ തടയാൻ ആർക്കും സാധിക്കില്ല. അതിനി അങ്ങായാലും ഭാർമൽ രാജാവായാലും അതല്ല സൂര്യഭാൻ രാജാവായാലും ശരി. വിനാശകാലേ വിപരീത ബുദ്ധി. രാജാവ് സൂര്യഭാൻ സിംഗ് 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 ജ്യോതിയുമായി അങ്ങയുടെ ബന്ധം ഉറപ്പിക്കുന്നതിലെല്ലാ രജപുത്രരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ നഗരമാകെ തിരക്കിലാണല്ലോ. എവിടെയാ ഞാൻ ഷെഹൻഷായെ അന്വേഷിക്കുക? രാജാവ് സൂര്യഭാൻ സിംഗ് രാജാവ് സൂര്യഭാൻ സിംഗ് രാജാവ് സൂര്യഭാൻ സിംഗ് രാജാവ് സൂര്യഭാൻ സിംഗ് രാജാവ് സൂര്യഭാൻ സിംഗ്. ഒന്ന് നിൽക്കൂ ജോത്സരെ. യാ അല്ലാ, ഇനി ഇയാൾ എന്നെ തിരിച്ചറിഞ്ഞു കാണുമോ? ഇതാ പിടിച്ചാലും അങ്ങയുടെ പഞ്ചാംഗം. അങ്ങയ്ക്ക് വളരെ നന്ദി. ഇത് നഷ്ടപ്പെട്ടെങ്കിൽ വലിയ കഷ്ടമാകുമായിരുന്നു. എത്രയോ രാജാക്കന്മാരുടെ ഭാവിയാണ് ഇതിനകത്തുള്ളത്. ഇന്നാണെങ്കിൽ ഇത് തുറന്നിട്ട് കൂടിയില്ല. തുറന്നിട്ടില്ലേ? എന്നാൽ എനിക്കായി തുറക്കൂ. എന്നിട്ട് എന്റെ ഭാവി പറഞ്ഞാലും. ഭാവിയോ? അല്ലാ, ഇത്രയും വലിയ മീശയോ? ഇനി ഇയാളെങ്ങാനും എന്നെ മീശ കൊണ്ട് തൂക്കിക്കൊല്ലുമോ? ആകെ അകപ്പെട്ടല്ലോ. അല്ലാ രക്ഷിക്കണേ. അങ്ങൊരു രാജാവാണ്. ഇന്ന് അങ്ങൊരു നല്ല കാര്യത്തിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ നെറ്റിയിലെ ഈ തിലകവും ഉത്സവത്തിന് വേണ്ടി നന്നായി അലങ്കരിച്ച ഈ കുതിരകളും, ഇതൊക്കെ കാണുമ്പോൾ ആർക്കും പറയാൻ കഴിയും ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന്. ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയൂ ജോത്സരെ. ആ, ഒരു വലിയ കണ്ടുമുട്ടലുണ്ട്. ഈ കണ്ടുമുട്ടലിന് അങ്ങയുടെ ജീവിതത്തിൽ വളരെ വലിയ പങ്കാണുള്ളത്. അത് കുറച്ചു ദിവസം മുമ്പേ സംഭവിച്ചു കഴിഞ്ഞതാണല്ലോ. അങ്ങേക്ക് ഭാവി പ്രവചിക്കാനേ അറിയില്ല എന്നാണ് തോന്നുന്നത്. അതോ മനഃപൂർവ്വം പറയാത്തതോ? അങ്ങയെപ്പോലുള്ള രാജാക്കന്മാരല്ലേ ഞങ്ങളെപ്പോലുള്ളവരുടെ ഭാവി നോക്കുന്നത് മഹാരാജൻ. എന്നാൽ അങ്ങയുടെ കയ്യിലെ രേഖകൾ പറയുന്നുണ്ട് അങ്ങ് സ്വയമാണ് അങ്ങയുടെ ഭാഗ്യം സൃഷ്ടിക്കുന്നതെന്ന്. സത്യമാണ് പറഞ്ഞത്. രാജാവ് സ്വന്തം ഭാവി സ്വയമാണ് സൃഷ്ടിക്കുന്നത്. കുറച്ചു മുമ്പ് അങ്ങ് എന്നോട് പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ ഭാവി തീരുമാനിക്കുന്നത് രാജാവാണെന്ന്? അതെ. അപ്പോൾ വന്നാലും അങ്ങയുടെ ഭാവി എന്താണെന്ന് അങ്ങേക്ക് അറിയണ്ടേ?
ജലാലിന്റെ പോലുള്ള നാണയം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? മുകളിലാണോ നീ? അല്ല 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 ഇയാളെ വ്യക്തമായി പരിശോധിച്ചാലും നീ തന്നെയല്ലേ പറഞ്ഞത് ഇന്നത്തെ ദിവസം എനിക്ക് വളരെ നല്ല ദിവസമാണെന്ന്? അപ്പോൾ ഈ നല്ല ദിവസത്തിൽ ഞാൻ നിന്റെ ശിരസ് ഈ രജപുത്ര സമൂഹത്തിന് അർപ്പിക്കുന്നതാണ്. രാജാവ് ജഗന്നാഥൻ ജയിക്കട്ടെ. 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 രാജാവ് സൂര്യപാൻ സിംഗ് 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 വിജയിക്കട്ടെ. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ. ജോധ, നാണമൊക്കെ ഉപേക്ഷിക്കൂ. നിന്റെ തൊട്ടു പിന്നിൽ നിന്റെ ഭാവിയാണ് നിൽക്കുന്നത്. ഭാവി പുറകിലല്ല അമ്മേ, മുൻപിലാണ് ഉണ്ടാകുന്നത്. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ. രാജാവ് ഭാർമൽ സിംഗ് വിജയിക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. ഗണഗോറിന്റെ ശുഭദിനത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ സന്തോഷ വാർത്തയാണ് എൻ്റെ മൂത്ത പുത്രി ജോധയുടെ വിവാഹം. ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായ ബന്ധം ഭാഗ്യമുണ്ടെങ്കിലേ ലഭിക്കൂ. ഞാൻ എൻ്റെ മകൾ ജോധയുടെ ഭാവി ഭാൻപൂരിലെ രാജാവ് ചന്ദ്രഭാൻ സിംഗിന്റെ മകൻ സൂര്യഭാൻ സിംഗുമായി ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജാവ് ഭാർമൽ സിംഗ് വിജയിക്കട്ടെ. രാജാവ് ഭാർമൽ സിംഗ് വിജയിക്കട്ടെ. ഇതാണോ രാജാവ് സൂര്യഭാൻ സിംഗ്? എങ്കിൽ പിന്നെ നാം ആരെയാണ് കണ്ടത്? മുഹൂർത്തം നോക്കി
നിശ്ചയത്തിന്റെ ദിവസം തീരുമാനിക്കുന്നതാണ്. ഈ ബന്ധത്തിലുള്ള സന്തോഷത്തിൽ അമീറിന്റെ രാജാവ് ഭാർമൽ രാജാവ് സൂര്യപാൻ സിംഗിന് 100 ആനകളെയും 200 കുതിരകളെയും 500 കാളകളെയും 400 പശുക്കളെയും 1 മന്ന് സ്വർണവും 2 മന്ന് മുത്തുക്കളും 10 മന്ന് വെള്ളിയും ഒരുപാട് സൈനികരെയും നൽകാമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ അവസരത്തിൽ നാം എന്റെ വരാൻ പോകുന്ന റാണിക്കും അമീറിനും ഒരു ഉപഹാരം നൽകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കൂ, ഇത് ജോത്സ്യരുടെ വേഷത്തിൽ മുഗളന്മാർ അയച്ച ദൂതനാണ്. ഉത്സവത്തിന്റെ തിരക്ക് പ്രയോജനപ്പെടുത്തി ഇവൻ അമീറിലേക്ക് പ്രവേശിച്ചു. പോകൂ. ശത്രുവാണ് ഇയാൾ, രാജാവ് ബിർബലിന്റെ എല്ലാ രജപുത്രരുടെയും ശത്രു. ഇയാൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ തന്നെ ഇയാളുടെ ശിരസ് ഛേദിക്കണമെന്നാണ്. എങ്കിലേ എല്ലാ മുഗളന്മാർക്കും, പ്രത്യേകിച്ച് ആ ജലാലിനും സന്ദേശം ലഭിക്കുകയുള്ളൂ. രജപുത്രന്മാരോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന്. ഇത് അങ്ങയുടെ രാജ്യമാണ്. ശിക്ഷ നൽകാനുള്ള അധികാരവും അങ്ങേക്കാണ്. ഇതിന്റെ ശിക്ഷ മരണം മാത്രമാണ്. ഇവന്റെ ശിരസ് ഛേദിച്ച് മുഗളന്മാർക്ക് കൊടുത്തുവിട്ടേക്കുക. ജോധ, നിൽക്കൂ. യോധ, നിനക്ക് ഇവിടെ വരാൻ യാതൊരു അധികാരവുമില്ല. പക്ഷെ പാപം ചെയ്യുമ്പോൾ അത് തടയാനുള്ള അധികാരമുണ്ടല്ലോ അച്ഛാ. വീരന്മാരായ രജപുത്രർ ഒരിക്കലും ദുർബലരോട് യുദ്ധം ചെയ്യാറില്ല. ചെറിയ ബാലന്മാർ, വൃദ്ധർ, അബലകൾ, ശരണം അപേക്ഷിച്ചു വന്ന് ഓടിപ്പോകുന്ന വ്യക്തികൾ, ബന്ദികൾ, നപുംസകങ്ങൾ, ഭ്രാന്തന്മാർ, പിന്നെ ഇദ്ദേഹം. ഈ വ്യക്തി ശരീരം കൊണ്ട് ദുർബലനാണ്. ഇദ്ദേഹത്തോട് യുദ്ധം ചെയ്യുക എന്നാൽ സ്വന്തം നിയമങ്ങളെ നിരാകരിക്കലാണ് പിതാശ്രീ. രാജകുമാരി ജ്യോത പറഞ്ഞത് ശരിയാണ്. ഒരിക്കൽ രാജാവ് ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഒരിക്കലും അതിൽ നിന്നും പിന്തിരിയില്ല. നാം ഈ രജപുത്രരുടെ ശത്രുവിനെ വധിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നമ്മളുടെ ശത്രുവാ ജലാലുദ്ദീൻ മുഹമ്മദ് ആണച്ച. ഇയാൾ അവരാൽ പറഞ്ഞയക്കപ്പെട്ട ഒരു അപരൻ മാത്രമാണ്. ജ്യോത പറഞ്ഞത് ശരിയാണ് മഹാരാജൻ. ഈ ദുർബലനെ വധിക്കുന്നതിലൂടെ നമ്മുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും. നമ്മുടെ വാൾ നേരെ ജലാലുദ്ദീന്റെ കഴുത്തിലാണ് എത്തിച്ചേരേണ്ടത്. ഇന്ന് നാം എന്റെ രാജപദവിയെ തൊട്ട് പ്രഖ്യാപിക്കുകയാണ്. നാം ജലാലുദ്ദീന്റെ ശിരസ് ഭേദിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഇത് രാജകുമാരി ജ്യോതയ്ക്കുള്ള എന്റെ സമ്മാനമായിരിക്കും. നാം ഇവിടെ ജീവനോടെയുള്ളപ്പോ അമീറിൽ ഒരിക്കലും മുഗളന്മാർ ഭരണം നടത്തുകയില്ല. ഇത് നിങ്ങളോടുള്ള എന്റെ വാക്കാണ്. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ! രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ! രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ!
രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ. യാ അല്ലാ, നിങ്ങളുടെ നല്ല ദിവസത്തിൽ സ്വന്തം മരണം തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. ഏയ് വിഡ്ഢിയായ രാജാവേ, ജലാൽ രാജാവിന്റെ ശിരസ് ഛേദിക്കുമെന്ന് നിങ്ങൾ വീരവാദം മുഴക്കിയതിന്റെ ശിക്ഷ നിന്റെ ജീവിതം തന്നെ ആയിരിക്കും. ശിരസ് ഛേദിക്കപ്പെടും, പക്ഷെ അത് നിന്റേതായിരിക്കും. രാജാവ് സൂര്യപാനിന്റെ